വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഏറ്റവും സങ്കടമുണ്ടാക്കുന്ന 2 മരണങ്ങളാണുള്ളത്. നിരപരാധികളായ അഫ്സാന്റെയും ഫർസാനയുടെയും മരണം. എന്തിനു വേണ്ടിയാണ് ഇവർ രണ്ടാളെയും ഇതിൽ ഉൾപ്പെടുത്തിയത് എന്ന ചോദ്യം എല്ലാവരും ചോദിച്ചതാണ്. ഫർസാന എന്ന പെൺകുട്ടി അഫാനെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത്. ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി മലയാളികളുടെ ഇടയിൽ വലിയൊരു നൊമ്പരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രണയം നിരസിച്ചതിന്റെ പേരിൽ, പ്രണയിച്ചു ചതിച്ചതിന്റെ പേരിൽ, പ്രണയം മുറിച്ചതിന്റെ പേരിൽ, അവിഹിതം, പ്രണയക്കുരുക്കിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി, ശല്യം ഒഴിവായി കിട്ടാൻ വേണ്ടി, അവിഹിതം, സംശയരോഗം, ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ല എന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് പെൺകുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ സാധാരണയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് അഫാൻ ഫർസാനയെ കൊന്നത്. ജീവിക്കാൻ എന്തുകൊണ്ടും അവകാശമുള്ള ഒരു പെൺകുട്ടിയെ, പരസ്പരം അങ്ങേയറ്റം പ്രണയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കൊല ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഫർസാന പഠനത്തിൽ മിടുക്കിയായ ഒരു പെൺകുട്ടിയാണ്. SSLCക്കും +2വിനൊക്കെ നല്ല ഉയർന്ന മാർക്ക് നേടിയ മിടുക്കിയായ പെൺകുട്ടി. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ട്യൂഷൻ എടുക്കാൻ പോകുമായിരുന്നു. അവളുടെ ആവശ്യത്തിനുള്ളതും പഠനത്തിനുള്ളതുമായിട്ടുള്ള പണമൊക്കെ അവൾ അങ്ങനെ സമ്പാദിക്കും. സ്കൂൾ പഠനകാലത്താണ് അഫാനുമായിട്ട് പരിചയപ്പെടുന്നതും ഇഷ്ടത്തിലാകുന്നതും. അന്ന് അഫാൻ പണക്കാരനായ ഒരു പയ്യനായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ബൈക്കും കാറിലുമൊക്കെ അടിച്ചു പൊളിച്ചു നടക്കുന്ന പയ്യൻ. പക്ഷേ ഫർസാന അവൻ്റെ പണം കണ്ടുമൊന്നുമല്ലായിരുന്നു പ്രണയത്തിലായത്. അവൾക്ക് അവനോട് ശരിക്കുമുള്ള പ്രണയം തന്നെയായിരുന്നു. ഫർസാനയുടെ ബ്രദറിനും ഉമ്മക്കുമൊക്കെ ഇവരുടെ പ്രണയ വിവരം അറിയാം. സമയമാകുമ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കാനാണ് ബ്രദർ അമാൻ തീരുമാനമെടുത്തിരുന്നത്. അഫാനെ കണ്ടപ്പോഴും അതേപോലെ അവൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിഞ്ഞപ്പോഴും നല്ല ബന്ധമാണെന്ന് അവർ മനസ്സിലാക്കി. അഫാന്റെ വീട്ടിലും എല്ലാം അറിയാം. ഫർസാനയെ ഉമ്മയെ പലവട്ടം പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അഫാന്റെ ഉമ്മ ഷെമിക്ക് ക്യാൻസർ ആയിരുന്ന സമയത്ത് ഹോസ്പിറ്റലിലും വീടുകളിലുമൊക്കെ ഫർസാന എത്താറുണ്ടായിരുന്നു. അവരോട് ഒരു മകൾ എന്താണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഇരുവർക്കും. തൻ്റെ മകൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണ് എന്ന തരത്തിൽ തന്നെയായിരുന്നു അഫാന്റെ ഉമ്മയുടെയും പെരുമാറ്റം. അവർക്കവളെ മകളെ പോലെ തന്നെ ഇഷ്ടമാണ്. ആ ഇടയ്ക്കാണ് കൊറോണ വരുന്നതും അഫാന്റെ ഉപ്പ വലിയൊരു കടക്കണിയിലേക്ക് വീഴുന്നതും. അഫാന്റെ പ്രശ്നങ്ങളൊന്നും ഫർസാന അറിഞ്ഞിരുന്നില്ല. വൈകാതെ തന്നെ ഫർസാന ചിലതൊക്കെ മനസ്സിലാക്കി തുടങ്ങി. അപ്പോഴെല്ലാം ഫർസാനക്ക് കഴിയുന്നത് പോലെയൊക്കെ അഫാനെ സഹായിക്കുമായിരുന്നു. അങ്ങനെ അഫാൻ ഉപ്പയുടെ അടുത്തേക്ക് ഗൾഫിലേക്ക് പോകുന്നു. 6 മാസം കഴിഞ്ഞാണ് തിരിച്ചെത്തിയത്. അതിനുശേഷം അഫാന്റെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ വന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് ഡൗൺ ആവാൻ തുടങ്ങി. പക്ഷേ അവനെ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഫർസാന കൂടെ തന്നെ നിന്നു. അവന്റെ പ്രശ്നങ്ങൾ തൻ്റെ കൂടി പ്രശ്നമാണെന്ന് അവൾ മനസ്സിലാക്കി. അവനെ കൈവിടാതെ തന്നെ പ്രണയിച്ചു. ആ സമയത്താണ് വലിയൊരു തുക പലിശ അടിക്കേണ്ടതായിട്ട് വന്നത്. അഫാനും ഉമ്മക്കും മറ്റാരോടും ചോദിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കായി മാറി. വാങ്ങേണ്ടിടത്ത് നിന്നെല്ലാം വാങ്ങിക്കഴിഞ്ഞു. ഇനി ആരോടും വാങ്ങാനില്ല. ഇനി എന്ത് ചെയ്യുമെന്ന അവസരത്തിലാണ് ഫർസാന അവളുടെ മാല ഊരിക്കൊടുക്കുന്നത്. ഉടനെ തന്നെ മടക്കിത്തരാമെന്ന വാഗ്ദാനത്തിലാണ് വാങ്ങിയത്. വീട്ടുകാർ അറിയുന്നതിന്റെ മുമ്പേ നീ എത്രയും പെട്ടെന്ന് എടുത്തു തരണം. നിന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ എൻ്റെ വീട്ടുകാരൊന്നും അറിയാൻ പാടില്ല. അതുമാത്രമേ ഫർസാന ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷെ ഒരു ദിവസം കഴുത്തിൽ മാലയില്ലാത്തത് ഉമ്മ കണ്ടുപിടിച്ചു. പല ഒഴിവുകഴിവുകളും പറഞ്ഞെങ്കിലും ഉമ്മ വിട്ടില്ല. ഉമ്മയുടെ ചോദ്യം ചെയ്യലിൽ അഫാന് കൊടുത്തതാണെന്ന് പറയേണ്ടി വന്നു. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. നീ ഉടനെ തന്നെ ആ മാല എടുത്തു തരാൻ അഫാനോട് പറയണം. ബ്രദറിനോടും ഉപ്പയോടും പറയേണ്ട അവസ്ഥയിലേക്ക് നീ എത്തിക്കരുത്. ഇല്ല ഉമ്മ, അഫാനോട് പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ വാങ്ങിത്തരാം. തൽക്കാലം ബ്രദറിനോടും ഉപ്പയോടുമൊന്നും പറയരുത്. അവരറിഞ്ഞാൽ സ്ഥിതി മാറും. കാരണം താനും അഫാനുമായിട്ടുള്ള ബന്ധം ഉപ്പാക്ക് അറിയില്ല. ആദ്യമായി അറിയുന്നത് ഇങ്ങനെയായി പോകരുത്. തനിക്ക് അഫാന് ഇഷ്ടമാണ്. അഫാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഏതൊരു ഉപ്പാക്കും മകളെ കെട്ടിച്ചു കൊടുക്കുന്നവനെ കുറിച്ച് ഒരു ധാരണയുണ്ടാകുമല്ലോ, ഒരു വിശ്വാസമുണ്ടാകുമല്ലോ. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പയും ബ്രദറും ഈ കാര്യം അറിഞ്ഞാൽ തനിക്കൊരിക്കലും അഫാനെ കിട്ടില്ല. അതായിരുന്നു ആ പെൺകുട്ടിയുടെ മനസ്സിൽ. അവൾ ചെവുത്താനും കടലിനും നടുക്കായി. എന്തു ചെയ്യണമെന്നറിയില്ല. ഉമ്മ ഇടയ്ക്കിടയ്ക്ക് മാല ചോദിച്ചുകൊണ്ടിരിക്കുന്നു.
അങ്ങനെയാണ് അഫാനോട് കാര്യങ്ങൾ പറയുന്നത്. എനിക്കെൻ്റെ മാല ഉടനെ കിട്ടണം, അല്ലെങ്കിൽ വീട്ടിൽ സീനാവും. അത് നമ്മുടെ ഭാവിയെ തന്നെ ബാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ആ മാല തിരിച്ചു കിട്ടണം. അപ്പോഴെല്ലാം അഫാൻ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. ഞാൻ എങ്ങനെയെങ്കിലും തന്നോളാം, നിന്റെ ഒരു മാലയല്ലേ. ഉപ്പായുടെ വോയിസ് വാഗൺ പോളോ പണയം വെച്ചാണ് ഫർസാനയ്ക്ക് ഈ മാല തിരിച്ചെടുത്തു കൊടുക്കുന്നത്. ആ ഒരു വൈരാഗ്യം അഫാന്റെ മനസ്സിലുണ്ടായിരുന്നു. മാല എടുത്തു കൊടുത്ത് 2 ദിവസത്തോളം അഫാൻ ഫർസാനയോട് മിണ്ടിയിട്ടേയില്ല. ഫർസാന അവളുടെ ഗതികേടൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് അയച്ചു. നീ ഒന്ന് പോടി എന്നായിരുന്നു അഫാന്റെ മറുപടി. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് അഫാൻ ഫർസാനയോട് പിന്നീട് മിണ്ടി തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് അഫാനും തനിക്കുമിടയിൽ ചെറിയൊരു അകൽച്ച ഫർസാനക്ക് ഫീൽ ചെയ്തിരുന്നു. അവൾ അത് സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു. ഹേയ്, അതെല്ലാം നിനക്ക് തോന്നുന്നതാവും. അവൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതല്ലേ, അതെല്ലാം പരിഹരിച്ച് അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അത് തന്നെയായിരുന്നു ഫർസാനയുടെയും വിശ്വാസം. എത്രയും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും തീർത്ത് തനിക്കും അഫാനും തമ്മിൽ ഒരു ജീവിതമുണ്ടാകും. അതിനു വേണ്ടിയായിരുന്നു അവളുടെ പ്രാർത്ഥന. ഉപ്പാക്ക് കടമുള്ളത് മാത്രമേ ഫർസാനക്ക് അറിയുള്ളൂ. അഫാനും ഉമ്മയും 65 ലക്ഷത്തോളം കടമുണ്ടാക്കിയതൊന്നും ഫർസാനക്ക് അറിയില്ലായിരുന്നു. അഫാൻ ഡിഗ്രി കഴിഞ്ഞതോടുകൂടി പഠിത്തം നിർത്തി. പക്ഷേ പഠിപ്പിൽ മിടുക്കിയായിരുന്ന ഫർസാന വീണ്ടും തുടർന്നു പഠിച്ചു എത്രയും പെട്ടെന്നൊരു ജോലി വാങ്ങണം, എന്നിട്ട് അഫാനെ സഹായിക്കണം, എന്നിട്ട് ചെറുതാണെങ്കിലും തങ്ങൾക്കൊരു ജീവിതമുണ്ടാവണം എന്നായിരുന്നു ഫർസാനയുടെ വലിയ ആഗ്രഹം. അതിനുവേണ്ടി അവൾ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു. അഫാനോട് പലപ്പോഴും അവൾ പറയും, എല്ലാ പ്രശ്നങ്ങളും തീരും, എനിക്ക് നീയും നിനക്ക് ഞാനുമില്ലേ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരാവുന്നതേയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കഷ്ടകാലമാണ്, ഇനിയൊരു നല്ല കാലം വരും, അതുവരെ നീ സമാധാനത്തോടെ ഇരിക്കെ. അപ്പോൾ അഫാനിലും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവുന്നതാണ്. അങ്ങനെയാണ് അന്ന് ഉച്ചക്ക് ഫർസാനയെ അഫാൻ വിളിക്കുന്നത്. നീ ഉടനെ വീട്ടിലേക്ക് വരണം, ഉമ്മയെ കാണണം, ഉമ്മക്ക് അസുഖമാണ്. അഫാൻ വിളിച്ചാൽ പിന്നെ അവൾ പോവാതിരിക്കില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് സാഹചര്യമാണെങ്കിലും അവൾ പോവും. കാരണം അവനെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഭക്ഷണം പോലും നേരെ ചൊവ്വെ കഴിക്കാതെയാണ് അഫാന്റെ കൂടെ അവൾ പോവാൻ തയ്യാറായത്. അതിനുശേഷമാണ് അഫാന്റെ വീട്ടിൽ വെച്ച് ഫർസാന ദാരുണമായി കൊല്ലപ്പെടുന്നത്. അഫാനെ ജീവന് തുല്യം പ്രണയിച്ചു എന്ന ഒരു കുറ്റം മാത്രമേ ആ പെൺകുട്ടി ചെയ്തിട്ടുള്ളൂ. ഉപ്പയുടെയും ഉമ്മയുടെയും ബ്രദറിന്റെയും തണലിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയുടെ കഴുത്തിലെ മാല വാങ്ങിയാൽ ആ പെൺകുട്ടിക്ക് പിന്നെ വീട്ടിൽ സ്വസ്ഥതയുണ്ടാവില്ല. അത് തിരികെ ചോദിച്ചത് വലിയ തെറ്റാണോ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അഫാനില്ല. ഫർസാനയെ കൊല്ലാൻ 2 കാരണങ്ങളാണ് അഫാൻ പറഞ്ഞത്. ഒന്ന്, രണ്ടാളും ബൈക്കിൽ പോരുന്ന സമയത്ത് ഞാൻ നീ വണ്ടി ഇടിച്ച് മരിച്ചു പോയാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാനും മരിക്കുമെന്ന് അവൾ പറഞ്ഞു. താൻ മരിച്ചാൽ അവൾ ഒറ്റക്കാകുമെന്ന ചിന്തയാണ് അവളെ കൊല്ലാൻ പ്രേരിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, അവൾ മാല തിരികെ ചോദിച്ചത് പ്രവോക്കുണ്ടാക്കി. ഇത് രണ്ടുമാണ് അയാൾ പറഞ്ഞ കാര്യങ്ങൾ. അത്രയും കാലം അവനെ സ്നേഹിച്ച് അവൻ്റെ നല്ല കാലഘട്ടത്തിലും അവൻ്റെ മോശം സമയത്തും അവൻ്റെ കൂടെ നിന്ന് അവനെ സഹായിച്ച് തനിക്കൊരു ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെയാണ് അവൻ ഇത്രയും ക്രൂരമായി കൊന്നത്. അതാണ് ആർക്കും മനസ്സിലാവാത്തത്. ആ പെൺകുട്ടിയെ ഒരുപാട് പേര് കുറ്റം പറയുന്നവരുണ്ട്. വേലി ചാടിയിട്ടില്ലേ, വീട്ടുകാരറിയാതെ പോയതുകൊണ്ടല്ലേ, ആര് പറഞ്ഞു പ്രണയിക്കാൻ, ജാതകം നോക്കി പ്രണയിക്കണ്ടേ എന്നൊക്കെ പറയുന്നവരുണ്ട്. ആ പറഞ്ഞവരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ ആരും പ്രണയിക്കാത്തവരാണോ? ചക്കയും മാങ്ങയും എങ്ങാനാണോ ചൂന്നു നോക്കി സ്നേഹിക്കാനും പ്രണയിക്കാനും? ആ കുട്ടിക്ക് ഒരാളോട് സിൻസിയറായിട്ടുള്ള ഇഷ്ടം തോന്നി. അയാളുടെ വീട്ടുകാർക്കും സ്വന്തം വീട്ടുകാർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. അവർക്കെല്ലാം അവർ വിവാഹം കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഇയാളെ വിവാഹം കഴിച്ചാൽ ഇയാൾ എന്നെ കൊന്നു കളയുമെന്നൊന്നും ഈ പെൺകുട്ടിക്ക് അന്ന് അറിയില്ല. ആ മരിക്കുന്ന ദിവസം പോലും ആ പെൺകുട്ടിക്ക് അറിയില്ല താൻ കൊല്ലപ്പെടാൻ പോകുകയാണെന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ ആ പെൺകുട്ടി ആ വീട്ടിലേക്ക് പോവില്ലായിരുന്നല്ലോ. പിന്നെ ഓർക്കേണ്ടത്, ആ പെൺകുട്ടിക്കും ഒരു ഉപ്പയും ഉമ്മയും ഉണ്ട്. അവളെ കുഞ്ഞുനാൾ തൊട്ട് വളർത്തി വലുതാക്കിയ ആ ഉപ്പയും ഉമ്മയും. അവരുടെ മോളെയാണ് ഇവൻ ഇല്ലാതാക്കിയത്, ഒരു കാരണവുമില്ലാതെ. അത്രയും കാലം പോറ്റി വളർത്തിയ അവർക്ക് ഇവനില്ലെങ്കിലും അവളെ സംരക്ഷിക്കാനാവും. അവസാനമായി മകളുടെ മുഖം പോലും ഒന്ന് കാണാൻ പറ്റാത്ത രീതിയിലേക്ക് അഫാൻ ആക്കിയിട്ടുണ്ട്. അതൊക്കെ ഏതൊരു മാതാപിതാക്കൾക്കാണ് സഹിക്കാൻ പറ്റുക? അതിനുമാത്രം എന്ത് തെറ്റാണ് അവൾ അവനോട് ചെയ്തത്? ഇത്രയും ക്രൂരത ചെയ്യണമെങ്കിൽ അത്രത്തോളം വൈരാഗ്യമുണ്ടാകണം. ഇത്ര കണ്ട് സ്നേഹിച്ചതാണോ അവന് വൈരാഗ്യമുണ്ടാക്കാൻ കാരണം? വീട്ടുകാരുടെ പ്രഷർ കൊണ്ടൊരു മാല തിരികെ ചോദിച്ചു, അതാണ് ഇത്രക്ക് പ്രവോക്ക് ഉണ്ടാക്കാൻ കാരണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഫാന്റെ മാനസിക നിലയാണ്. അവൻ ആരെങ്കിലും പണം കൊടുക്കുമ്പോൾ, അവൻ ആ പണം വാങ്ങുമ്പോൾ അവന് സന്തോഷം നൽകുന്നു.
മറിച്ച് അവർക്കൊരു ആവശ്യം വരുമ്പോൾ അവർ ആ പണം തിരികെ ചോദിച്ചാൽ അവൻ്റെ ശത്രുവാകുന്നു. ഇതൊക്കെ എന്ത് മാനസികാവസ്ഥയാണ്? അത്രയും കാലം പ്രണയിച്ചു, അത്രയും കാലം കൂടെ നിന്നു, എല്ലാത്തിനും കൂടെ നിന്ന ഒരു പെൺകുട്ടിയെ ഒരു ഒറ്റ നിമിഷം കൊണ്ട് കൊല്ലാൻ കാരണം അവൾ മാല തിരികെ ചോദിച്ചതുകൊണ്ടാണ്. വല്യമ്മനെയും മൂത്താപ്പനെയും കൊല്ലാൻ കാരണം അവരുടെ മാലയും പണവും ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ്. അവനും ഉമ്മയും നല്ലപോലെ ജീവിക്കാൻ വേണ്ടി ഉപദേശിച്ചത് കൊണ്ടാണ്. രണ്ടുപേരെ കൊണ്ട് കൊല്ലാൻ അവന് പ്ലാൻ ഉണ്ടായിരുന്നു. തട്ടത്തിമറയത്തുള്ള 2 സ്ത്രീകൾ, അമിതമായി പലിശ ഈടാക്കുന്ന 2 സ്ത്രീകൾ. പലിശയും മുതലുമടക്കം അവർ അവരോട് പണം ചോദിച്ചു. അത് അവന് ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും ഫർസാന ഒരു നോവ് തന്നെയാണ്. അവളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവളെ മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ.